ഹായ് ഹലോ നിഷി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. എന്തൊക്കെ എല്ലാവരുടെ വിശേഷം സുഖമാണോ? നമ്മളിവിടെ അൽഹംദുലില്ലാ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവരും അല്ലേ നല്ല അടിപൊളി വീടൊക്കെ ഉണ്ടാക്കി അതുപോലെ തന്നെ എന്നിട്ട് നല്ലൊരു മോഡുലാർ കിച്ചണൊക്കെ വെച്ചിട്ട് ഇതുപോലത്തെ ഒരു അടുപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെന്താ പ്രശ്നം? അടുപ്പ് കത്തുന്നില്ല. അതെ, അടുപ്പ് കത്തുന്നില്ല. കത്തിയാൽ തന്നെ പുക ഒന്നായിട്ട് വീടിൻ്റെ ഉള്ളിലേക്ക് എടുക്കുകയാണ്. ചില ആളുകൾക്ക് പ്രായമായ വീട്ടിൽ ആളുകളുള്ളവർ അവർക്ക് എന്താ പ്രശ്നം? അവർക്ക് വിറകടുപ്പിൽ ചോറ് വെക്കണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. അതിനായിട്ട് അവർ അടുപ്പ് ഉണ്ടാക്കുകയും ചെയ്യും. പക്ഷേ ഈ ഒരു ബുദ്ധിമുട്ട് കാരണം എന്താ ചെയ്യുക? ആരും ഉണ്ടാക്കില്ല. പുകയെടുക്കുക നിങ്ങൾ കണ്ടോളൂ. ഈ ഒരു ട്രിക്ക് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. നമ്മൾ പുറത്ത് പുകക്കോയിലിൻ്റെ ആ ഇഷ്ടിക മാറ്റിയിട്ട് ഇതാ ജസ്റ്റ് ഒരു പേപ്പർ പോയി കത്തിച്ച് വെച്ചിട്ട് നിങ്ങളൊന്ന് അടുപ്പ് തീയും മൂട്ടി കൊടുത്തു നോക്കൂ കേട്ടോ. അടിപൊളിയായിട്ട് കത്തും. ഞാനാണ് ഗ്യാരണ്ടി, ഉറപ്പാണ് കേട്ടോ. കാരണം ഞാനിതിൻ്റെ നല്ല ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരാളാണ്. കാരണം എൻ്റെ വീട്ടിൽ ഇതുപോലെ ഇങ്ങനെ ഒരു അടുപ്പൊക്കെ ഉണ്ടാക്കി ജസ്റ്റ് ഞാൻ കത്തിക്കുമ്പോൾ നന്നായിട്ട് പുക എടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്നോട് നമ്മളൊരു റിലേറ്റീവ് പറഞ്ഞത് ഇങ്ങനെ കാട്ടിയൊക്കെ കൊട്ടി അപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല. മഴക്കാലത്താണിത് കൂടുതൽ നമുക്ക് അനുഭവപ്പെടുക. മഴക്കാലം അല്ലെങ്കിൽ ചൂടായി കിടക്കണ പുകക്കോയിലാണെങ്കിൽ ഇത്ര തന്നെ നമുക്ക് ബുദ്ധിമുട്ട് വരില്ല. അപ്പോൾ മഴക്കാലത്ത് ഇനി ആരും പേടിക്കണ്ട, അടുപ്പിൽ തന്നെ ചോറ് വെക്കണം എന്നുള്ളവർക്കൊക്കെ ഇത് നല്ലൊരു അടിപൊളി ട്രിക്കാണ്. നിങ്ങൾ ചെയ്ത് നോക്കൂ കേട്ടോ. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് പിന്നെ ഞാൻ ചെയ്യുന്നത് ഇതിലെന്താണെന്ന് വെച്ചാൽ നമ്മൾ വെണ്ണീറൊക്കെ വാരിയതിന് ശേഷം നമ്മൾ ഈ നടുഭാഗത്ത് നമ്മൾ ആദ്യം ഒരു കലം വെക്കണം കേട്ടോ. കാരണം ആദ്യം തീ പിടിപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് നമ്മൾ ചോറ് വെക്കാൻ ഉദ്ദേശിച്ച ആ അടുപ്പിലല്ലാതെ ഇതാ ഞാൻ കണ്ടില്ലേ ഇതുപോലെ ഇതാ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് നമ്മൾ തീ മൂട്ടിക്കഴിഞ്ഞാൽ ഞാനൊരു മണ്ണെണ്ണ ഒന്നും യൂസ് ചെയ്യാതെ തന്നെയാണ് കത്തിക്കുന്നത്. നിങ്ങൾ കണ്ടു നോക്കൂ. വെറും ഓലക്കൊടി വെച്ചിട്ടാണ് കത്തിക്കുന്നത്. ലാസ്റ്റ് വരെ ഞാൻ കാണിക്കുന്നുണ്ട്. ആ തീ കത്തിക്കഴിഞ്ഞത് വരെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുകൊണ്ട് വീടിൻ്റെ അകത്തേക്ക് ഒരു പുകയോ ഒന്നും വരുന്നില്ല. ഞാൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടിരുന്നു. ഞാൻ വാതിലൊക്കെ അടച്ചിട്ടൊക്കെ ആയിരുന്നു ഞാൻ, കാരണം ഉള്ളിലേക്ക് പോവാണ്ടിരിക്കാൻ. പക്ഷേ എനിക്ക് ഈ ഒരു ട്രിക്ക് മനസ്സിലായപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾക്കും കൂടി പങ്കിടണം തോന്നി. കാരണം ഇത് അറിയാത്തവരുള്ളവർക്കൊരു സഹായം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്കും സപ്പോർട്ടൊക്കെ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം കേട്ടോ. ബൈ.